സിപിഐഎമ്മിന് മറുപടിയുമായി ജമാഅത്തെ ഇസ്ലാമി. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മണ്ണൊരുക്കുകയല്ല, കൃഷി തന്നെയാണ് സിപിഐഎം നടത്തുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സൈദ്ധാന്തിക ചർച്ചയോ വിമർശനമോ അല്ല സിപിഐഎമ്മിന്റെ ലക്ഷ്യം. മറിച്ച് ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഭീതി ഉണ്ടാക്കാനാണ് ശ്രമം. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും സമീകരിക്കുന്ന CPMന്റെ മതരാഷ്ട്ര വിമർശനം RSSന്റെ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും സാധൂകരിക്കാൻ സഹായിക്കുന്നുവെന്നാണ് വിമർശനം. വിവരങ്ങളുമായി അനൽഖ സെയ്ദ് ചേരുന്നു. അനൽഖ, തുടർച്ചയായ വേദികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം ഉയർത്തുന്നു. CPM നേതാക്കൾ അത് ആവർത്തിക്കുന്ന കാഴ്ച ഇതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ഏത് വേദിയിലാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലക്ഷ്മി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വാരികയിലാണ് ഇത് സംബന്ധിച്ച CPMന് മറുപടിയുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ, അതായത് സുന്നി AP വിഭാഗം, സുന്നി EK വിഭാഗം ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതിനു മുമ്പ് CPMന്റെ വയനാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും ജമാഅത്തെ ഇസ്ലാമി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ജമാഅത്തെ ഇസ്ലാമി ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വാരികയിലാണ് ഇത് സംബന്ധിച്ച വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സൈദ്ധാന്തികമായ ചർച്ചയോ വിമർശനമോ അല്ല CPMന് ലഭിച്ചതെന്ന് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM നടത്തുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പ്രതിരോധിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്നൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിനെ പ്രതിരോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിലും അതേപോലെ ക്രിസ്ത്യാനികൾക്കിടയിലും ഒരു ഭിന്നത സൃഷ്ടിക്കാനും CPM ശ്രമിക്കുന്നു എന്നൊരു ശക്തമായിട്ടുള്ള ആരോപണം ജമാഅത്തെ ഇസ്ലാമി ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ അവസാന ഘട്ടങ്ങളിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളാണ്. അത്തരം സംഘടനകൾക്കെതിരെയും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധന വാരികയിൽ വിമർശനമുണ്ട്. ബാക്ക്ഡോർ ഓപ്പറേറ്റർമാരായ ചില മുസ്ലിം സംഘടനകളെ പിന്തുണയും CPMനുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം സാന്നിധ്യമുള്ള എല്ലാത്തിനെയും ഭീകരവൽക്കരിക്കുന്ന CPMന്റെ നിലപാട് പ്രത്യക്ഷത്തിൽ ഗുണം ചെയ്യുക സംഘപരിവാരത്തിനാണെന്നുള്ള ഒരു വിമർശനമാണ് ഇതിലൂടെ ജമാഅത്ത് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൽ മാദിയും തള്ളിപ്പറയുന്നു എന്ന രീതിയിൽ എന്നൊരു പ്രചരണം ഈ അടുത്ത കാലത്തായി നടക്കുന്നുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാൻ ആ അഭിമുഖത്തിൽ എന്താണെന്ന് പറഞ്ഞതെന്ന് പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. അതിലെ മതരാഷ്ട്രവാദത്തെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൽ മൗദൂദിയെയും തള്ളിപ്പറയുന്നില്ല എന്നൊരു കാര്യം കൂടിയും ഇതിൽ വിശദമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിൽ, അതായത് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നാണ്, അതായത് പണ്ടൊക്കെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി കോടതി, അതായത് എന്തെങ്കിലും ഒരു കോടതി വ്യവഹാരങ്ങളിൽ അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്യുന്നതിനൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വലിയ രീതിയിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വന്ന സമയത്ത് ഇപ്പോൾ ഈ പ്രബോധന വാരികയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നയവും നിലപാടുകളൊക്കെ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നയനിലപാടുകൾ മാറുമെന്നാണ് ഇതിൽ കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്മി പത്മ, പ്രബോധനം വാരികയിലാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറഞ്ഞിരിക്കുന്നത്. CPMന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മണ്ണൊരുക്കുകയല്ല, കൃഷി തന്നെയാണ് CPIM നടത്തുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് ഏതായാലും ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഉയർത്തുന്നത്. അനൽഖ സെയ്ദ് MV വിശദാംശങ്ങൾ പങ്കുവച്ചത്.